ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളിപ്പോൾ ഉള്ളത് കണ്ണൂർ വിസ്മയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ റേറ്റ് എങ്ങനെ, എപ്പോഴാണ് ടൈം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റിയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇടുന്നത് കേട്ടോ. ചെറിയ കുട്ടികളൊക്കെ ഉള്ള അമ്മമാരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. 3 ഫീറ്റിൻ്റെ മുകളിലേക്കാണ് കുട്ടീൻ്റെ ഹൈറ്റ് എന്നുണ്ടെങ്കിൽ പകുതി പൈസയും, 4.5 ഫീറ്റിൻ്റെ മുകളിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ഫുൾ പൈസയും കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരാളെ പൈസ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 650 രൂപ കേട്ടോ. ഇവിടുത്തെ ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 11 to 6 കേട്ടോ. അങ്ങനെ ഉള്ളിലേക്ക് കയറി മേടിച്ച് ആ ഒരു ചെറിയ റെസീറ്റ് പോലത്തെ സാധനം ഉണ്ട്, അത് നമ്മളിവിടെ കൊടുത്തിട്ട് നമ്മൾ ഇതിനുള്ളിലേക്ക് കയറാണ് ചെയ്യുന്നത്. ഞാനാണെങ്കിൽ വെള്ളത്തിൽ കളിക്കാതെ വിചാരിച്ച് ആദ്യം തന്നെ പോയത്. പക്ഷേ പിന്നെ വിചാരിച്ച് ഡ്രസ്സൊക്കെ മാറ്റി വെള്ളത്തിൽ കളിച്ച് പിന്നെ റൈഡിലൊന്നും കയറാൻ കഴിയില്ലല്ലോ വിചാരിച്ചപ്പോൾ ആദ്യം റൈഡിലൊക്കെ കയറിയിട്ട് വെള്ളത്തിൽ കളിക്കാൻ വിചാരിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ ലോക്കറിൽ പോയി ഡ്രസ്സൊക്കെ വെച്ച് റൈഡ് കയറാൻ വേണ്ടി നിന്ന്. ഞങ്ങൾ വരുമ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞ് വേണം ലോക്കറിൽ ഡ്രസ്സ് വെച്ചിട്ട് ഈ ഒരു റൈഡിൽ തന്നെ ഫസ്റ്റ് കയറാമെന്ന്. അങ്ങനെ നമ്മൾ ആ ഒരു റൈഡിലേക്ക് കയറിയിട്ടോ. സത്യം പറയാൻ കാണുമ്പോൾ വലിയ പേടിയില്ലെന്നൊക്കെ വിചാരിക്കട്ടോ. എനിക്ക് വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ വളയുമ്പോൾ ചെറുതായിട്ട് ഇതിപ്പോൾ താഴത്തേക്ക് വീണോ എന്നുള്ള ചെറിയൊരു പേടി. പക്ഷെ കുഴപ്പമൊന്നുമില്ല, വീകൊന്നുമില്ലല്ലോ. പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്, എല്ലാ സ്ഥലവും കാണാം. അങ്ങനെ ഞങ്ങളൊരു സ്ഥലത്ത് എത്തിയിട്ടോ. അപ്പോൾ ഇതിൽ കയറാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് കുട്ടികളെ നമ്മളെ ആ സൈഡിലൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ ഇതിൽ കയറിയിട്ടോ. ഞാൻ വലിയ ടോപ്പായിട്ട് ടാറ്റോ ഒക്കെ ആട്ടിയിട്ടാണ് കയറുന്നത്. കയറിയ പാടെ ഞാൻ ഓടിപ്പോയി സെൻറ്ററിൽ തന്നെ ആട്ടോ പോയിരുന്നത്. അപ്പുറത്തിരിക്കേണ്ട സെൻറ്ററിൽ ഇരിക്കാതെ വെച്ചിട്ട് ഞാനും എൻ്റെ അമ്മയും പിന്നെ എൻ്റെ കസിനാട്ടോ കയറിയത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൂടാണ്ടൊന്ന് ലൈക്കും ചെയ്ത് കേട്ടോ. അങ്ങനെ ഈ ഒരു ബോർഡ് വായിച്ച് ഞങ്ങൾ നേരെ താഴോട്ടേക്ക് പോയിട്ടോ. ഇവിടെ അങ്ങ് കുട്ടികൾ കളിക്കാനുള്ളതും പിന്നെ അതേപോലെ തന്നെ ഗോസ്റ്റ് ഹൗസും ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വന്നത്. പക്ഷേ മുടിഞ്ഞ ക്യൂ ആട്ടോ എല്ലാ റൈഡിലും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഗോസ്റ്റ് ഹൗസ് കയറാൻ കഴിഞ്ഞില്ല, കാരണം അതിൻ്റെ ക്യൂ എവിടെയോ നിൽക്കുക. അങ്ങനെ കുട്ടികളെ ഞങ്ങൾ അവിടെ കയറ്റി. പിന്നെ എല്ലാ സ്ഥലത്തും കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ ചെറിയ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ട്രെയിനിൽ കയറി ഗൈസ്. അപ്പോൾ വേണ്ട പുറത്തേക്കുള്ള വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്നതാണ്. അത്രക്കൊന്നും ഇല്ല വ്യൂ എന്നൊക്കെ പറയാൻ, ജസ്റ്റ് ഇതൊന്ന് റൗണ്ട് ചുറ്റി വരും, അത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഉച്ചയായി, കാരണം നമ്മൾ ആകെ 2 റൈഡിൽ കയറിയിട്ടേ ഉള്ളൂ. അതിലെ ഞങ്ങൾ കുറേ ക്യൂ നിന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് ടൈം പോയി. ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ എത്തി. നമ്മൾ ആദ്യം കൊടുത്ത ആ ഒരു കയറുമ്പോൾ തന്നെ കിട്ടിയ റെസീറ്റ് ഇവിടെ കാണിച്ചു കൊടുക്കണം, എന്നിട്ടേ ഫുഡ് കഴിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ പിന്നെ കയറുന്ന ഈ മാഗ്നസിലാട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ പേടിയുള്ള സാധനം ഇതാണ് കേട്ടോ. തല കുത്തനെ മറിഞ്ഞ് എനിക്കൊക്കെ കൂടി തലവേദന, ഞാനോ കണ്ണ് പൊട്ടി നിൽക്കുകയാണ്. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി റെഡിയായി ഗായ്സ്. അങ്ങനെ വെള്ളത്തിലൊക്കെ കളിച്ച് ഓവർ വെള്ളത്തിൽ കളിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, വീഡിയോ ഒന്നും അലൗഡല്ല. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റാൻ പോവാതെ പറഞ്ഞാൽ ലോക്കറിൽ ഫുള്ള് തിരക്ക്, അമ്മാതിരി തിരക്ക്. അങ്ങനെയൊക്കെ മാറ്റി ഞങ്ങൾ വിസ്മയ്ക്ക് ചാറ്റ പറഞ്ഞ് വീട്ടിലേക്ക് പോവാണ് ഗായ്സ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൂടാണ്ട് ഒന്ന് ലൈക്ക് ചെയ്തേ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.